കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നത്, നമ്മളിതൊക്കെ കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നോക്കി അവിടെ പറയുമ്പോൾ ഇപ്പോൾ ഇതിന് മുന്നേ നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന കൂട്ടുകാർക്ക് അറിയണ്ടാവും, അതിൽ നിന്നും നല്ല എൻ്റെ ഒരു ഡിഫറൻ്റ് ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ വേറെ നടക്കുന്നത് അവിടെ കിറ്റാച്ച് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എടുത്ത് ഫുള്ള് ഇങ്ങനെ നിരന്ന് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിന് മുന്നായിട്ട് വാഴയും അതേപോലെ തന്നെ പല സംഭവങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആളിങ്ങനെ നിന്നിട്ട് നമ്മൾ ആൾക്കാരെ വെച്ചിട്ട് പണിയുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വാഴയുടെ വിത്തൊക്കെ പഴയതൊക്കെ പൊഴുക്കി കളയലും അങ്ങനെ കുറേ ഇതിൽ മാറ്റാനുണ്ട്. അപ്പം ആവശ്യമില്ലാത്തൊക്കെ കുറേ കളയാനാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അപ്പം എന്ത് ചെയ്തു നമ്മൾ കിറ്റാച്ചി ഇറക്കിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ടൈം കൊണ്ടുതന്നെ നമുക്ക് പരിപാടിയും തരും. നമ്മൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് എന്താണ് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കും. അപ്പോൾ നമുക്ക് നല്ല പ്ലെയിൻ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നേരത്തെ തന്നെ കണ്ട പോലത്തെ ഒന്നും അപ്പോൾ എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ പറന്ന് കിടക്കുന്നതിന്. അപ്പോൾ ഒരു ചെറിയൊരു കാട് പോലും എടുത്തതിന് മുന്നേ നമ്മൾ കാടൊക്കെ ഫുള്ള് കളനാശിനിക്ക് കളയും കൂടി ചെയ്തു. പിന്നെ ഇപ്പോൾ കിറ്റാച്ചി കൂടെ ഇറക്കിയപ്പോഴത്തേനും നല്ല എന്താ പറയുക, നമുക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഇതിനെ കാണാൻ പറ്റുന്നത്. ഫുള്ള് തെളിഞ്ഞ് മേലുള്ള ഒരു കമ്പുകളൊക്കെ ആയാലും ഫുള്ള് ഇറക്കിയിട്ട് ഫുള്ള് തെളിഞ്ഞിട്ട്. അതുകൊണ്ട് ഞങ്ങൾ വന്ന് നിന്നിട്ട് നല്ല വെയിലുണ്ട്. കാരണം മരത്തിൻ്റെ ഒരു ചില്ല പോലും നമുക്ക് ഇവിടെ ഇല്ലല്ലോ. അങ്ങനെ ചെറിയ ചെറിയ ചില്ലകളിങ്ങനെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. നല്ലത് മരം ഉണങ്ങി പോകാതിരിക്കാൻ കുറച്ച് നിർത്തിയിട്ടുണ്ട്. നല്ല നമ്മൾ വലുതായിട്ടൊന്നും നിർത്തിയിട്ടില്ല. അപ്പം എന്നാലും ഇങ്ങനെ നമ്മൾ നൈസായിട്ട് നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ റെഡിയാക്കി വെക്കാൻ കാരണം പറഞ്ഞത് നമ്മുടെ ഏലത്തൈ ഇറക്കാൻ വേണ്ടി പോവുക കേട്ടോ. പുതിയതായിട്ട് കുറച്ച് ഏലത്തൈ നമ്മളിവിടെ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഫുള്ള് നമ്മൾ നിലക്ക് ഒരുക്കി റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ചേട്ടന്മാരവിടെ പണിയുന്നുണ്ട്. ഒരാളത് അവിടെ കിറ്റാച്ചിക്ക് ഫുള്ള് ബാക്കി കൂടി നിരത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ 2 ചേട്ടന്മാരവിടെ ഈ ഒരു കമ്പ് കണ്ടു നമ്മുടെ അലകുകൾ പൊളിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള കമ്പാണ്. അപ്പം നമ്മുടെ ഇവിടെ തന്നെ മണ്ണ് പോയി ഒരുപാട് കവുങ്ങ് നോക്കി കൂട്ടുകാരെ. ഈ കാണുന്ന കവുങ്ങ് കണ്ടോ, അങ്ങ് അറ്റത്തേക്ക് ഫുള്ള് നോക്കി ഒരു തല പോലും ഇല്ലാതെ ഇങ്ങനെ മണ്ട പോയിട്ടല്ല, ഒരു ഇലകളൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് മണ്ട പോയിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ അതേപോലെ ഒരുപാട് കവുങ്ങുകൾ നമ്മുടെ പറമ്പിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കവുങ്ങോട് നമുക്ക് വലിയ യൂസ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കവുങ്ങുകളൊക്കെ നമ്മൾ മുറിച്ചതിന് ശേഷം അലക്കായിട്ട് പൊളിച്ചിട്ട് ഇതേപോലെ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ചോറുണ്ടാവും. അപ്പോൾ ഇതേപോലത്തെ ആ ഒരു ആരുണ്ടാവില്ല, കുറേ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഫുള്ള് നന്നായിട്ട് കളഞ്ഞ് നല്ല സെറ്റാക്കി എടുത്തതാണ്. ഈ ഒരു ലെവലിൽ നീളവും വീതിയൊക്കെ നോക്കിയപ്പോൾ ഈ ഒരു ലെവലിലാട്ടോ എല്ലാ കമ്പുകളും നമ്മൾ സെറ്റാക്കിയിരിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ നട്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാം നമ്മളിപ്പോൾ കിറ്റാച്ചിക്ക് റെഡിയാക്കി അവിടെ നിന്ന് ഇങ്ങനെ ഓരോ വരിയായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി അത് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും വെള്ളം റെഡിയാക്കുന്നതനുസരിച്ച് ചേട്ടന്മാർ കമ്പ് വെച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഏലത്തായി നടുന്ന ആ ഒരു ടൈമിൽ പെട്ടെന്ന് തന്നെ അത് വേര് പിടിച്ച് വരില്ലല്ലോ. അപ്പോൾ വേര് പിടിക്കുന്നവരെ അതിനൊരു ചെറിയൊരു കരുത്ത് ആവശ്യമുണ്ട്. അല്ലാതെ കാറ്റൊക്കെ വീശിയാൽ ചിലപ്പോൾ മറിഞ്ഞു വീഴാനൊക്കെ ചാൻസ്, കമ്പ് പോലെ ഇങ്ങനെ പോകണതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കാട്ടോ ചെയ്യാറൊന്ന് വേര് പിടിക്കുന്നവരെ. എന്നാലും ഓൾമോസ്റ്റ് ഈ ഒരു ഭാഗം ഫുള്ള് കവർ ചെയ്തിട്ട് എല്ലാം നട്ടിട്ടുണ്ട്. അപ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിട്ട് ഫുള്ള് ഇങ്ങനെ തെളിഞ്ഞ് ഇതേപോലെ ഇങ്ങനെ നട്ട് നിൽക്കുന്നത് കാണാൻ വേണ്ടി. അതായത് ഈ ഒരു കമ്പൊക്കെ കുത്തി നല്ല അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. ചോദിച്ചേ എന്താ പണി ചോദിച്ചേ അവനെ കിട്ടേ മാമാൻ എന്താ പണി ചോദിച്ചേ. നമ്മൾ ഏലം നടുന്നു. ഇതാണല്ലോടാ, മാറ്റട്ടെ. കാലില് മണ്ണായിട്ടോ ലെറ്റു. ആ ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ടേ അത് വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മുടെ ആൺകുട്ടിയുടെ കാലിൽ മണ്ണായി നേട്ടം പറഞ്ഞ കാലിൽ മണ്ണാവുന്നൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല കേട്ടോ. ഇപ്പോൾ പറയാൻ കാരണം മറന്നല്ല, ആളുടെ കാലിൽ ചെറിയൊരു മുറി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മുറിയിലേക്ക് ഇനിയിപ്പോൾ ഈ മണ്ണൊക്കെ അടിച്ച് പൊടിയൊക്കെ അടിച്ച് പിന്നെ ഒരു ഇൻഫെക്ഷനൊക്കെ ആവാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ചെരുപ്പിട്ട് കൊടുത്തപ്പോൾ ചെരുപ്പ് ഊരി കളഞ്ഞിട്ടോ ആൾ. വേറെ നല്ല ചെരുപ്പിൻ്റെ ആ ഒരു ഉപ്പൂറ്റിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാട്ടോ മുറി ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കയറ്റുന്ന, അതായത് കെട്ടിയിരിപ്പുണ്ടല്ലോ ആ ഒരു മോഡൽ ചെരുപ്പൊന്നും ആൾക്ക് ഇടാൻ വേണ്ടി പറ്റില്ല കേട്ടോ. കാരണം അവിടേക്കാണുള്ളത് കറക്റ്റ് ഇങ്ങനെ ആ ഒരു കയറ്റുന്ന ഒരു ഭാഗം വരുമ്പോൾ വേദനിക്കും. അപ്പോൾ പിന്നെ അല്ലാതെ സ്ലിപ്പർ ആട്ടോ ഇട്ട് കൊടുത്തത്. അതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഊരിക്കളയും. അപ്പോൾ അങ്ങനെ കാലിൽ ചെരുപ്പില്ലാതെ ആട്ടോ ആൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ മണ്ണായി എന്ന് പറഞ്ഞാണ് വേറെ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ എൻ്റെ മാമാരൊക്കെ ഓരോന്നൊക്കെ ചെയ്യുന്നതൊക്കെ നോക്കി ചിരിക്കും കേട്ടോ നമ്മുടെ ആവണിക്കുട്ടി. ഇവളാണെങ്കിൽ ഇത് എന്നെയും വലിച്ചത് അങ്ങ് കൊണ്ടുപോകും കേട്ടോ. ആൾക്കിപ്പോൾ ആ ഒരു കമ്പൊക്കെ എടുക്കണം, നടണം, ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പൊതുവെ അങ്ങനെയാണല്ലോ ആൾക്ക്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അവരുടെ കൂടെ നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ട് നടക്കാനായിട്ട് ആൾക്ക് ഭയങ്കര ഒരു ഇഷ്ടം. അതുകൊണ്ട് തന്നെ എന്നെ വലിച്ചിട്ട് ഇങ്ങനെ ഒരു കമ്പെടുക്കമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോകുവാണ്. നോക്കി ഈ ഒരു ഏരിയ ഫുള്ള് നമ്മളിപ്പോൾ കമ്പൊക്കെ കുത്തി സെറ്റാക്കിയിരിക്കട്ടോ. അപ്പോൾ കമ്പ് കുത്തി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏലത്തൈ നടാൻ വേണ്ടി തുടങ്ങുള്ളൂ. ഇതൊക്കെ കിറ്റാച്ചിക്ക് പുഴക്കിയിട്ടിട്ടുള്ളതാട്ടോ. അപ്പോൾ വാഴയുടെ ആ ഒരു നമുക്ക് വേണ്ടാത്ത ആ ഒരു തണ്ടുണ്ടല്ലോ, അപ്പോൾ അതായത് ആ ഒരു മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള ഒരു ഭാഗം അത് മാത്രമല്ല കേട്ടോ. ഒരു വാഴയുടെ തട കൂടാതെ
വലിയ വലിയ മരങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ മുറിച്ചതിൻ്റെ ആ ഒരു അവശിഷ്ടങ്ങൾ മണ്ണിലേക്ക് പോയതും, അതുകൂടാതെ ഈ നമ്മുടെ കവുങ്ങനുണ്ടല്ലോ, കവുങ്ങിൻ്റെ കുറ്റി മുതൽ ഓൾമോസ്റ്റ് നമുക്ക് കളയാൻ പറ്റുന്ന എല്ലാം നമ്മൾ കളഞ്ഞ് അത്രയും സേഫായിട്ട് അത്രയും നല്ല സെറ്റായിട്ടാണ് നമ്മളിപ്പോൾ നടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നോക്കിയതാ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുറേ കാപ്പികളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒരു വണ്ടി പോയിട്ട് അങ്ങറ്റത്താട്ടോ പണിയുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചില്ല, കുറച്ച് അങ്ങ് പോയിട്ട് അപ്പോൾ അങ്ങനെ എത്തിയിരിക്കണം. ഇപ്പോൾ ഈ ഭാഗം ഫുള്ള് ക്ലിയർ ചെയ്ത് വരും കേട്ടോ. അപ്പോൾ ഏട്ടനും ഉണ്ട് കേട്ടോ, ആൾ കമ്പൂ കുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പണികളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഓരോ സൈഡിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കട്ടോ. ആ ഒരു കമ്പിക്കാട്ടോ നമ്മൾ അലക് കുത്താൻ വേണ്ടിയിട്ട്, അതായത് അലക് മണ്ണിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുഴി എടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ ഇതാകുമല്ലോ. മറ്റേത് ആ ഒരു അലക് വെച്ചിട്ട് തന്നെ കുത്തുമ്പോൾ ചിലപ്പോൾ അലക് ഒടിഞ്ഞു പോകാൻ ഉള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതാ പണിയൊക്കെ എന്തായാലും നന്നായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ അത് എൻ്റെ കയ്യിൽ ഒതുക്കിക്കൊണ്ടിരുന്ന നമ്മുടെ അവനെ കൂട്ടി നേരെ പണി എടുത്തുകൊണ്ടിരിക്കുന്ന ആളുടെ അച്ഛൻ്റെ കയ്യിലേക്ക് ചാടി കയറിയിട്ടുണ്ടോ. പിന്നെ രക്ഷയില്ലാന്ന് അപ്പോൾ ഏട്ടൻ കുറച്ച് നേരം എടുത്തിട്ട് ബാക്കി പണി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആളെ എടുത്തിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നോക്കി ഇടയ്ക്ക് ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നമുക്കൊരു മഴ കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാട്ടോ. കാരണം വരുന്നത് നമുക്ക് ഏലത്തേക്ക് നടുന്നൊരു ടൈമിൽ അന്ന് മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മണ്ണിലേക്ക് വേരൊക്കെ പിടിച്ചിട്ട് അടിപൊളിയായിട്ട് വരാനൊക്കെ കുറച്ച് കൂടി ഒന്ന് ഹെൽത്തി ആവാനൊക്കെ നല്ലതാട്ടോ മഴ കിട്ടുവാണെങ്കിൽ. അപ്പോൾ അറിയില്ല, നമുക്കൊന്ന് മഴ കിട്ടുവാണെങ്കിൽ കാലാവസ്ഥാനുകൂലം എന്ന് പറയും. കാലാവസ്ഥാനുകൂലം അല്ലെങ്കിൽ പ്രതികൂലമാണെങ്കിലൊക്കെ നമ്മളെന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം, ചിലപ്പോൾ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ പെയ്താലല്ലേ. കാരണം ഇന്നത്തെ വെയിൽ നല്ല ചൂടുണ്ട്, നല്ല ചൂടുള്ള വെയിൽ ഈ ഒരു ടൈമിൽ കിട്ടുവാണെങ്കിൽ അന്ന് വൈകിട്ട് നമുക്ക് പൊതുവെ മഴ പെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് പെയ്യുമായിരിക്കും. നോക്കി ഒരാൾ വന്ന് കിടക്കുന്നത് മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ട് പടിയൊക്കെ നല്ല തണുപ്പായിട്ടല്ലോ. പുറത്ത് നല്ല വെയിലും മണ്ണിലിങ്ങനെ കിടക്കുമ്പോൾ നല്ല സുഖമായിരിക്കും ഈ ഒരു ചൂടത്ത് ഇങ്ങനെ കിടക്കാൻ വേണ്ടി. അപ്പോൾ ആശാൻ എന്താ നേരെ വന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ ഇറങ്ങണേൽ പിന്നെ ആളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും അവനിവിടെ കിടക്കട്ടെ. മണ്ണൊക്കെ ഇപ്പോൾ ഫുള്ള് കിറ്റാച്ചിക്ക് നമ്മൾ നിരത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ കുറച്ച് പാടുണ്ട്. നമുക്ക് നേരത്തെ പോലെ ഓടി അങ്ങ് നടക്കാനൊന്നും പറ്റില്ല, കാരണം മണ്ണ് ഫുള്ള് ഇളകിയിരിക്കുന്നതുകൊണ്ട് ചിലപ്പോഴേക്ക് ചവിട്ടും കിട്ടില്ല അവിടെ ചവിട്ടിനവിടെ. അപ്പം നമ്മളെന്തായാലും കുറച്ച് ഏലം നട്ടിട്ടുണ്ട്. അതായത് ഇന്നലെയൊക്കെ ആയിട്ട് നമ്മൾ കമ്പൊക്കെ കുത്തിയതിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നമ്മൾ ഏലം നട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇപ്പോൾ വെയിലായതുകൊണ്ട് തന്നെ ആയിട്ട് സ്പ്രിംഗ്ലർ വെച്ച് കൊടുത്തിരിക്കുകയാണ്. സ്പ്രിംഗ്ലർ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് നല്ല തണുപ്പ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വെയിലത്ത് ചിലപ്പോൾ സ്പ്രിംഗ്ലറും കൂടി നമ്മൾ വെച്ചില്ല എന്നുണ്ടെങ്കിൽ മഴ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. പെയ്താലേ നമുക്ക് പെയ്തു എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ആവണിക്കുട്ടിയും കൂടി ഇവിടെ ഇരുന്ന് കേട്ടോ കുറച്ച് നേരം. വേറൊന്നുമില്ല, ഇതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടാട്ടോ കിറ്റാച്ചി പണിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആവണിക്കുട്ടിക്ക് അതൊക്കെ കാണാൻ നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അവൾ എൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഇരുന്നതാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പിൽ ഒരു തടിയുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഇവിടെ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു മരമാട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് അവിടെ നിന്നിട്ട് ദ്രവിച്ച് തുടങ്ങിയിട്ട് പിന്നെ കഴിഞ്ഞ മഴയിൽ അത് വീഴുകയും ചെയ്തു കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയത്. അപ്പോൾ നമുക്ക് വിറകിനൊക്കെ എടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും കുറച്ചേരം എന്തായാലും ഞങ്ങൾ അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മുടെ ആവണിക്കുട്ടി അറിയാമല്ലോ കുറച്ച് നേരേക്ക് ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ ആൾക്ക് ഓടിച്ചാടി നടക്കണ്ടാവും. ആളെന്നെക്കാളും ഫ്രണ്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവളെ കൂടെ ഓടിച്ചാടി നല്ല ഹാപ്പി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അലകിൻ്റെ ഈ ഒരു അറ്റം കണ്ടു, അത് മണ്ണിലേക്ക് പോകുന്ന ഒരു അറ്റം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷാർപ്പാക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് കുത്തി ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങാൻ കുറച്ചുകൂടി അടിപൊളിയാകാൻ വേണ്ടിയിട്ട് നമ്മൾ താഴേക്ക് നന്നായിട്ട് പോകുകയും ചെയ്യും കേട്ടോ, ഇങ്ങനെ ഷാർപ്പാക്കുവാണെങ്കിൽ. അപ്പോൾ നോക്കി ഒരാൾ നേരെ ചാടിയത് അച്ഛൻ്റെ പുറത്ത് കയറിയിരിക്കുക കേട്ടോ. തോളത്ത് കയറിയിട്ടാണ് പോണത്. കുറച്ച് നേരം നടന്നു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അച്ഛൻ എടുക്കുക, അല്ലെങ്കിൽ അമ്മ ഉണ്ടെങ്കിൽ അമ്മ എടുക്കുക. ഇങ്ങനെ രണ്ടുപേരടുത്ത് മാറി മാറി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പോണത് വേറെ ഇങ്ങോട്ടില്ല, കിറ്റാച്ചി കുറച്ചുകൂടി അങ്ങ് എത്തിയത് നോക്കി. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഇട്ട് ആൾക്ക് അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണം നോക്കി. അവിടെ നല്ല ഹാപ്പി ആയിട്ട് അതിരുന്ന് കാണും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നെയും നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നോക്കി പണിത് പോയൊരു സ്ഥലത്ത് ആൻഡ് ക്ലീനൊക്കെ പോലെ അത്രയും നല്ല സെറ്റായിരുന്നു കേട്ടോ അവർ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല അതിൻ്റെ ഇടയിൽ ഇനി നമ്മുടെ കാപ്പിയുടെ തൈകളാട്ടോ അവശേഷിക്കുന്നത്. ബാക്കി നമുക്ക് ഒഴിവാക്കാനുള്ളത് ഫുള്ള് ഒഴിവാക്കിയിട്ട് കൈയോടെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണല്ലോ പോണത്. വേസ്റ്റും കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ വർഷത്തേക്ക് വാഴയൊക്കെ വെച്ചിട്ടുള്ള അതിൻ്റെ വാഴയുടെ ഒരു വേസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ പറമ്പിൽ നിന്ന് ഫുള്ളായിട്ട് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. വേണ്ടാത്ത വേസ്റ്റും കാര്യങ്ങളും ഇപ്പോൾ കവുങ്ങിൻ്റെ കുറ്റിയൊക്കെ ആയാലും എല്ലാം നമ്മൾ ഒഴിവാക്കുക തന്നെയാണ്. നമ്മൾ നോക്കി അപ്പോൾ പണിയൊക്കെ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഭാഗത്ത് കണ്ടോ, കിറ്റാച്ചി നിൽക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്ത് കുറച്ച് പുല്ലൊക്കെ ഉണങ്ങി കരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കളനാശിനി അടിച്ചതാട്ടപ്പോൾ ഇതിന് മുന്നേ കളനാശിനി അടിച്ചുകൊണ്ട് തന്നെ കുറച്ചുകൂടി സെറ്റാക്കി, അതായത് കുറച്ചുകൂടി പണി എളുപ്പമായിരുന്നു വേണമെങ്കിൽ പറയാം കേട്ടോ. ഒരാൾ അച്ഛൻ്റെ തോളത്ത് തന്നെ ഉണ്ട് കേട്ടോ. തോളത്തിൽ നിന്ന് ഇറങ്ങാതെ ഇത് കണ്ട് നോക്കിയിരിക്കുവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് രാവിലത്തെ അവരുടെ ഫുഡ് കഴിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാട്ടോ പിന്നെ രണ്ടാമത് കയറിയിട്ടുള്ളത്. അപ്പം എന്തായാലും ഇപ്പോൾ ഉച്ച കഴിയും, അതായത് 2 മണിക്ക് ശേഷം ഞാൻ അടിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പം എന്തായാലും അതുവരെ
അവർ പണിതുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ തലയ്ക്ക് മുകളിൽ സൂര്യൻ നിൽക്കുന്ന രീതിയിലാട്ടോ വെയിറ്റ് എഫക്റ്റ്. നോക്കി നമ്മുടെ കുഞ്ഞ് കാന്താരി ഇത്രയും നേരം ആളുടെ അച്ഛൻ്റെ ഒക്കത്തിരുന്നിട്ട് കാഴ്ചയും കണ്ടുകൊണ്ടിരുന്നിട്ട് നേരെ അപ്പം എൻ്റെ അടുത്തേക്ക് ചാടി കയറിയിരിക്കട്ടോ. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒക്കത്തിരുന്നിട്ട് ഇനി ചോദിക്കാത്ത സംശയങ്ങളൊന്നും ഇല്ല, എന്തൊക്കെയോ ആൾക്ക് അറിയണം. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവൾ നല്ല ഹാപ്പിയാണേ. നമ്മുടെ പറമ്പാണെങ്കിൽ പോലും ഇപ്പോൾ നേരത്തെ എന്താ പറയുക, നേരത്തെ ആ ഒരു ഫീലേ അല്ല കേട്ടോ ഇപ്പോൾ പറമ്പിലേക്ക് വരുമ്പോൾ. കാരണം അത്രയും നല്ല അടിപൊളിയായിട്ട് നല്ല വലിയൊരു മാറ്റം തന്നെയെന്ന് പറയട്ടെ. കാരണം നേരത്തെ എന്ന് പറയുമ്പോൾ കുറേ കാടും അതുപോലെ തന്നെ കുറേ സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴാണെങ്കിൽ എന്താ പറയുക പക്കം പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ അത്രയും നല്ല സെറ്റായിട്ടാണ്. അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ ഒരാൾക്കാരെ വെച്ച് ചെയ്താൽ പോലും നമുക്ക് ഇത്രയും നല്ല സെറ്റായിട്ടൊന്നും കിട്ടില്ലല്ലോ. നോക്കി നമ്മൾ കളനാശിനി അടിച്ചാൽ പാത്തൊക്കെ പുല്ലൊക്കെ നന്നായിട്ട് ഉണങ്ങി കരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു വണ്ടി കയറിയിട്ട് പോലും പുല്ലിന് അത്യാവശ്യം നീളമുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് പുല്ലുണ്ടായിരുന്നത്. എന്തായാലും കളനാശിനി അടിച്ചതിന് ശേഷമായിട്ട് അതൊന്ന് ഒതുങ്ങി എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു പരിപാടിയും കൂടി കഴിയുമ്പോഴത്തേനും നല്ല സെറ്റായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഏതൊരു ചെറിയ ഗ്യാപ്പിൽ കൂടിയാണെങ്കിൽ ആശാൻ കയറി പൊക്കോളും. നമ്മുടെ മറ്റു രണ്ട് ചേട്ടന്മാരിത് അവിടെ കമ്പ്യൂട്ടർ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അവരത് അവരുടെ പണി നന്നായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് താഴേക്കാട്ടോ. അപ്പോൾ ഇങ്ങനെ നിലം ഒരുക്കുന്നതിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ബാക്കി കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് നമ്മൾ, അതായത് ഓരോ തൈ നടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ വെച്ചിട്ട് സെറ്റാക്കുന്നത്. പണി അതാ അവിടെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും എൻ്റെ അവനെ കൂട്ടി ഇതാ ഇവിടെ നമ്മൾ ഇറ്റാച്ചിയിൽ പുഴക്കിട്ടുള്ള ഒരു മരം ഇട്ടിട്ടുണ്ട്. വേണ്ടാത്തൊരു മരമാണ്. അപ്പോൾ അതിൻ്റെ ഒരു തണലിൽ നമ്മൾ ഇരിക്കുവാണ്. അപ്പോൾ ഇവിടെ കാപ്പിയുടെ ഒക്കെ തണല് നല്ല രീതിയിലുള്ള നമുക്ക് പുറത്തുനിന്നൊരു വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ അത്ര ഒന്നും അറിയുന്നില്ല കേട്ടോ. എന്നാലും കുറച്ചങ്ങോട്ട് മാറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ അറിയാൻ വേണ്ടി പറ്റും. കാരണം ഇവിടെ ഫുള്ള് തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മൊത്തം തെളിഞ്ഞപ്പോഴത്തേനും വെയിൽ ഭയങ്കര ശക്തിയായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു കാപ്പിയുടെ ഒരു തണലും ഇതിൻ്റെ ചോടിലിരിക്കുകയാണ്. എന്നാണ് പിന്നെ നമ്മുടെ ആവണിക്കുട്ടി GB എന്ന് പറയുക കേട്ടോ. JCB എന്നാണ് ആളുടെ വിചാരം. JCB അല്ല, കിറ്റാച്ചിയാണ്. കിറ്റാച്ചി എന്ന് പറയാം. വണ്ടി അവിടെ പണിയുന്നതിൻ്റെ സന്തോഷമായിട്ട് നമ്മുടെ ആവണിക്കുട്ടി ആൾക്ക് ഇതൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. വണ്ടികളോടാണ് ആൾക്ക് എല്ലാ ക്രൈസും അല്ലേ പിന്നെ. ആരാ വണ്ടിയിൽ പണിയണേ? മാമൻ വണ്ടിയിൽ എന്ത് ചെയ്യണേ? മാമ എന്ത് ചെയ്യണേ? മാമ കുഴി കുഴിക്കേ എന്ത് ചെയ്യണേ? പറമ്പൊക്കെ വൃത്തിയാക്കുകയാണോ? അത് ഭയങ്കര ക്രൈസായിട്ട് ഇരിക്കുകയാണ്. അപ്പം നേരം പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം. അങ്ങനെ നമ്മുടെ കിറ്റാച്ചി പണിത് താഴേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്ക് പോവുകയാണ്. കാരണം നമ്മുടെ ആവണിക്കുട്ടി എൻ്റെ മടിയിലിരിക്കുമ്പോൾ വണ്ടി പോണതിൻ്റെ പുറകെ പോകണം എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ഇരിക്കാനുള്ളൊരു സമാധാനം തരുന്നുണ്ട്. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല. അവിടെ നിന്ന് നീച്ച് നേരെ വണ്ടി ഇത് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകണം. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നിട്ട് വേറെ നേരം നമ്മുടെ ഡയാനിനെ ഒന്ന് അയച്ചു വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ അടുത്തൊക്കെയാണ് പണിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഡയാനിനെ ഒന്ന് അയച്ചു വിട്ടിട്ട് ഇടയ്ക്ക് പറമ്പിലൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ നേരത്തെ അതായത് നമ്മൾ പറമ്പിലേക്ക് ഫസ്റ്റ് വന്നപ്പോൾ തുടങ്ങി നമ്മുടെ കൂടെ തന്നെ ഉണ്ട് നമ്മുടെ പപ്പി. ഇത്ര നേരം ആൾ വീട്ടിൽ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അവനിങ്ങനെ അയച്ചു വിട്ടിരിക്കുക തന്നെയാണ്. പിന്നെ ഇങ്ങോട്ട് ദൂരേക്കൊന്നും പോകില്ല. അപ്പോൾ ഇത് കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല സുഖമാണ്. ആൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചാടി മറിഞ്ഞ് നടക്കുവാണ്. നമ്മൾ നീച്ചാൽ കൂടെ നീക്കും. അതുപോലെ തന്നെ നമ്മളെങ്ങനെയും മാറുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിടക്കുന്നത്. ആളെത്തിയിട്ടോ. ഞാനിതാ ഓടി ചാടി നടക്കുന്നുണ്ട് ഇതുവഴി. കാടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കായാലും നല്ല സുഖമാണല്ലോ ഇതുവഴി ഓടി കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിവിടെ അടുത്തായതുകൊണ്ട് എന്തായാലും കുറച്ച് നേരം വിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കഴിഞ്ഞ് കൂട്ടി കയറ്റാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇനി എന്തായാലും ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമല്ലോ, അവർക്ക് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ആ ഒരു സമയം നോക്കി നന്നായിട്ട് തന്നെ കുടഞ്ഞ് ഓടി കളിക്കും കേട്ടോ. കാരണം കാടൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്ക് നന്നായിട്ട് തന്നെ ചാടി മറിഞ്ഞ് ആ ഒരു കാപ്പിയുടെ ഇതും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കുറച്ച് ചപ്പും കാര്യങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ പുറത്ത് നല്ല ചൂടാണല്ലോ. അപ്പോൾ ഈ ഒരു തണുപ്പത്തിൽ കൂടെ ഇങ്ങനെ ഓടി ചാടി നടക്കുക ആൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും അവളും കുറച്ച് നേരം കളിക്കട്ടെ ഇവിടെ. പിന്നെ ഇത് ഏട്ടൻ ബാക്കി അലകുകൾ ഇത് അങ്ങോട്ടേക്ക് കൊണ്ടു കൊടുക്കുക കേട്ടോ അവർക്ക്. അപ്പോൾ ഇത് അവിടെ വെച്ചിട്ടാണ് നമ്മൾ അലകൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് നമ്മുടെ
മണ്ട പോയ കവുങ്ങളുടെ തന്നെയാണ്. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുത്തിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ആര്, അതായത് ചോറ് എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് തന്നെ കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ദ്രവിച്ചൊക്കെ പോകും. അപ്പോൾ ആ ഒരു ചോറും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കളഞ്ഞ സെറ്റായിട്ടാണ് നമ്മുടെ അലകൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ 2 ദിവസത്തെ പണിയാട്ടോ. ഇത്രയും അലക് ഇത്രയല്ല കേട്ടോ, കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചൊക്കെ നമ്മളിപ്പോൾ എടുത്തല്ലോ പറമ്പിട്ട് പല സ്ഥലങ്ങളായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ എന്തായാലും ബാലൻസ് ഇത്രയും ഉണ്ട് കേട്ടോ. അലകുകൾ നമുക്ക് ഇനി ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ മുറിക്കാനുണ്ട്. കാരണം മണ്ട പോയ കവുങ്ങൾ ഒരുപാടുണ്ട്. അത് വെച്ച് നമുക്ക് വലിയ യൂസും കാര്യങ്ങളൊന്നും നോക്കി. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഡയാന അപ്പുറത്ത് നിന്ന് ഓടിച്ചാടി ഇവിടെ എത്തി. നമ്മൾ വന്നതിൻ്റെ പുറക്കെ വന്നിരിക്കുന്നത് നമ്മളെക്കാൾ ഫ്രണ്ടിൽ, അതായത് നമ്മളെക്കാൾ സ്പീഡിലാട്ടോ വീട്ടിലേക്ക് കയറിയിട്ടുള്ളത്. വീട്ടിലേക്ക് പോയാൽ അതേ സ്പീഡിൽ തന്നെ ആളിങ്ങോട്ട് തിരിച്ചു വരിക. കാരണം ഇങ്ങനെ ഓടിച്ചാടി നടക്കാൻ വേണ്ടി ഇഷ്ടമാണോ, തുറന്ന് വിട്ടതിൻ്റെ ഒരു സന്തോഷത്തിലാട്ടോ. അപ്പോൾ ഇതെവിടെയായിട്ട് ഇതാ ഒരു പേരയ്ക്കന്മാരുണ്ട്. അപ്പോൾ അതിലൊരുപാട് പേരയ്ക്ക് ഇങ്ങനെ പഴുത്ത് കിടക്കുവാട്ടോ. കാരണം കുറേ കിളി കടിച്ചതായിട്ട് ഇങ്ങനെ കുറേ താഴെ കൂടെ ഉണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട് കേട്ടോ. നോക്കി മേളിലേക്കും പിന്നെ നമുക്ക് കയ്യെത്തുന്ന ദൂരത്തൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് നല്ല മധുരം കേട്ടോ. വെയിലൊക്കെ ഉള്ളൊരു സമയത്ത് ഇത് കഴിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. കാരണം നല്ല മധുരം, വെയിലത്തുണ്ടാകുന്ന ഓരോ ഫ്രൂട്ട്സിന് ഒരു പ്രത്യേക ടേസ്റ്റ്. നോക്കി ആ ഒരു ഭാഗത്തൊക്കെ കിളികളൊക്കെ തിന്നിട്ടുണ്ട്. ഉള്ളു നല്ല ചുമന്ന കളറിലുള്ളതാണിത്. ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ കുറച്ച് എളുപ്പമാണൊക്കെ തോന്നും, പക്ഷേ ഇതിൻ്റെ പുറകിൽ നല്ല പണിയുള്ള പരിപാടി തന്നെയാണ്. കാരണം വേറെ നല്ല കവുങ്ങളൊക്കെ മണ്ട പോയി നോക്കിയിട്ട് കറക്റ്റ് ലെവലിൽ മുറിച്ച് അതിനെ പൊളിച്ച് അതിൻ്റെ ഇടയിലുള്ള ഒരു ചോറും കാര്യങ്ങളൊക്കെ കളയുന്നതെന്ന് പറയുന്നത് നല്ല ടാസ്ക്കുള്ള പരിപാടിയുണ്ട്. അപ്പോൾ നല്ല അതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു രീതിയിലേക്ക് ഇപ്പോൾ കവുങ്ങിൻ്റെ പീസുകളൊക്കെ നമ്മൾ ആവശ്യത്തിനുള്ള ഒരു അളവിലേക്ക് മുറിച്ച് സെറ്റാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു പാത്രത്തിൽ നമുക്ക് അടുത്തതായിട്ട് എനിക്ക് ഇറ്റാച്ചിക്ക് പണിയാനുള്ളത്. അപ്പോൾ നോക്കി ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഫുള്ള് നല്ല ഹൈറ്റ് തന്നെയായിട്ട് വളർന്ന് നല്ലൊരു എന്താ പറയുക, നല്ല കാട്, അത്രയും നല്ല ഫോഴ്സിലൊരു കാട് തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളിപ്പോൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെറ്റാക്കിയ ഒരു ഭാഗവും അതേപോലെ തന്നെ ഒരു കാട് പിടിച്ച ഭാഗവും നമ്മൾ എന്തൊരു വ്യത്യാസമായിരുന്നു, നല്ല എൻ്റെ ഒരു ഡിഫറൻ്റ് ആണെന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിൽ നൈസായിട്ട് ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ചെറിയൊരു ആഗ്രഹം ഒന്ന് സാധിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ കിറ്റാച്ചിയൊക്കെ വരുമ്പോഴല്ലേ നമുക്ക് ഇതേപോലെ കിറ്റാച്ചിയിലൊക്കെ ഒന്ന് കയറാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ആവണക്കുട്ടി നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ എന്തായാലും അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.